ഹലോ ഗെയ്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാട്ടോ. ബ്രെഡ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു 5 ബ്രെഡ് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിൽ. ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കത് ചെറുതായി പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ബ്രെഡ് അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേണ്ടാത്തൊരു കണ്ണ് ഇടുന്നില്ല. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഈ സ്നാക്ക്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ നല്ല ഇഷ്ടമാവും. ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഈ തേങ്ങയിലുള്ള നനവുണ്ടാവുകൊണ്ട് ഇതൊന്ന് ഒട്ടിക്കൊണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് വേണം. അപ്പം നല്ലോണം കൂടി ഇത്ര പണിയുള്ളൂ. ഇനി ഇത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണിത്. അങ്ങനെ ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനാണ്. വേണ്ടാത്തല്ലോ ഒഴിവായിക്കോളെ. ഈ മധുരം ഇടുകയാണെങ്കിലും ആവശ്യത്തിന് അധികം മധുരം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പാകത്തിന് മധുരം ഇട്ടാൽ മതി. അങ്ങനെ കേസ് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാൽ, 2-3 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടേ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം തേങ്ങ ഇട്ടപ്പോൾ തന്നെ അത് നല്ല ഒട്ടലുണ്ടായിട്ടുണ്ട്. ഇതൊന്ന് ഇതിമൊന്ന് പിടിക്കാൻ വേണ്ടി ലേസം പാലും കൂടി ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ പാലും കൂടി ചേർത്തിട്ടേ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ പാൽ. അത് നിങ്ങൾ ഒഴിക്കുമ്പോൾ നമുക്ക് കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പാകം. അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യമ്മ കൊട്ടണീന് നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ആ നെയ്യിൻ്റെ മണം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കയ്യമ്മ ഒട്ടി പിടിക്കില്ല ഉരുട്ടുമ്പോൾ. അങ്ങനെ അതും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ഉരുളയാക്കിയാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഉരുട്ടുമ്പോൾ നല്ല കയ്യിലൊന്നും ഒട്ടണില്ല. തുള്ളി നെയ്യാക്കിയപ്പോഴേ അതിൻ്റെയും കൂടി ഒരു മയം ഉണ്ടാവും. ഇനി നെയ്യാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒട്ടൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത്ര പണിയുള്ളൂ. ഇനി നമ്മൾ എണ്ണയിലൊന്ന് ഒന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട്, ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അതിൻ്റെ കോട്ടിങ് ഒന്ന് ശരിയാകാൻ വേണ്ടി, പുറത്തെ കോട്ടിങ് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്, ഒട്ടലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണയിൽ മുരിച്ചെടുക്കണത്. അങ്ങനെ എല്ലാതും ഉരുട്ടിയെടുക്കാം കേട്ടോ. നല്ലൊരു മയമാണ്, കയ്യുമ്മ ഒന്നും ഒട്ടണില്ല. കണ്ടില്ലേ, ലഡുവിൻ്റെ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്ക് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ തരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കി, നല്ല ഇഷ്ടമാവും. അങ്ങനെ എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഇതിപ്പോൾ ഒരു 4 8 12 ഇതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടേ, എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേ നമുക്ക് ഓരോന്ന് ഇട്ടുങ്ങാണ്ട് അപ്പുറം മറിച്ചിട്ട് പതുക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു ഇളം ബ്രൗൺ കളറിലാകുമ്പോൾ ഒന്ന് കോരിയെടുത്താൽ മതി. ഇപ്പോൾ വേകേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡിയൊക്കെ വന്നത് തന്നെയല്ലേ. ബ്രെഡാണ്, തേങ്ങയാണ്, പഞ്ചസാരയാണ്. ഇതിൻ്റെ ഒട്ടലൊന്ന് പോകാനും ഒന്ന് ക്രിസ്പി ആകാനും വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവരും ഹൈ ഫ്ലെയിം നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ എല്ലാതും അതിലിട്ടുകൊണ്ട് നമുക്ക് അപ്പുറം ഒന്ന് മറിച്ച് മൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഏറ്റവും സ്വാദിഷ്ടമായ ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി നല്ല ടേസ്റ്റാട്ടോ. സ്നാക്സാണ് ഇത്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അല്ലേ, എല്ലാതും നല്ല ചൂടിലിടുമ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിടണം. അപ്പോൾ ആയിട്ടില്ല, മറിച്ചിടാനായിട്ടില്ല. കുറച്ച് നേരം അങ്ങനെ കിടക്കുമ്പോൾ ഇളം ബ്രൗൺ, കരിഞ്ഞ് പോകണമെന്ന് നോക്കണം. 2 ഭാഗം ഒന്ന് ഇളം ബ്രൗൺ കളറാകുമ്പോഴേ ആ ഒട്ടലൊക്കെ ഒന്ന് പോവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അല്ലേ, എണ്ണയൊന്നും തീരെ കുടിക്കുന്നില്ല കേട്ടോ, കറുത്ത് പോകണമില്ല എണ്ണ.
അങ്ങനെ ഗൈസ് നമ്മൾ ഏറ്റവും സ്വാദിഷ്ടമായ ബ്രെഡും തേങ്ങയും വെച്ചുള്ള റെസിപ്പി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടേ ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമുക്ക് ഒരു കമൻസ് അറിയിക്കണേ, നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണേ. അല്ലേ ഒക്കെ ഇളം ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഇനി നമുക്കൊക്കെ കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്കൊക്കെ കോരിയെടുക്കാം കേട്ടോ. ഇത് ചൂടോടുക്കനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്, തണുത്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴേ വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്കൊക്കെ വാങ്ങാം. നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യൂ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.